ഇന്ന് സെപ്റ്റംബർ 1 തീയതി, ഒരു പുതിയ മാസം നമ്മൾ ആരംഭിക്കാം. നമ്മളിന്ന് വിചിന്തനം ചെയ്യുന്നത് ഒത്തിരി പേരെ ബാധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് കൊതി. ഒരു 5 തരം കൊതി എത്ര അപകടകാരിയാകാം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ കൊതി മാറാൻ വഴിയുണ്ടോ? ഉണ്ട് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പല വിശുദ്ധരുടെയും ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ വായിച്ച് മനസ്സിലാക്കിയൊരു കാര്യമാണ്. ജൂലിയാന ഫൽക്കോണിയേരി ഒരു വിശുദ്ധയാണ്. അവരുടെ ഒരു പ്രത്യേകത, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും രോഗികളുടെ സൗഖ്യത്തിന് വേണ്ടിയും ഒരുപാട് ഉപവാസം അനുഷ്ഠിച്ച വ്യക്തിയാണ്. ഭക്ഷണം വേണ്ടാന്ന് വെച്ച് ത്യാഗോജ്ജലമായിട്ട് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയാണ് ജൂലിയാന ഫൽക്കോണിയേരി. ഇനി അതിൻ്റെ ഫലമായിട്ട് 70-ാമത്തെ വയസ്സായപ്പോൾ അവർക്ക് ദിവ്യകാരുണ്യം പോലും സ്വീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, ശാരീരികമായ ഒരവസ്ഥ. ഇനി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ദിവ്യകാരുണ്യം വായി വെച്ചു കൊടുത്താലും ഇറക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോവുകയുണ്ടായി. ഇവരുടെ ജീവിതത്തിൽ വളരെ അത്ഭുതകരമായ ഒരു സംഭവം ദൈവം പ്രവർത്തിച്ചു. ഇവർ ഈ അവസ്ഥയിൽ കഴിഞ്ഞപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ സങ്കടം ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു. വികാരി അച്ഛൻ ഈ കുർബാന എഴുന്നള്ളിച്ച് അരുളിക്കാനുണ്ടല്ലോ, അങ്ങനെ ഒരു അരുളിക്കയുമായിട്ട് ഈ വിശുദ്ധയുടെ അടുത്ത് വന്നു. അവർ ആവശ്യപ്പെട്ടതുകൊണ്ടായിരിക്കാം. ഇനി അവർ ആ സമയത്ത് ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്. അച്ഛാ, ഞാൻ അതിലൊന്ന് തൊട്ടോട്ടെ, ആ ദിവ്യകാരുണ്യത്തെ അവർക്ക് സ്വീകരിക്കാനോ പറ്റുന്നില്ല, ഒന്ന് തൊട്ടോട്ടെ. അച്ഛൻ പറഞ്ഞോ. അപ്പോൾ അപ്പോഴത്തെ ആ ഒരു നിയമവും കാര്യങ്ങളൊക്കെ അനുസരിച്ച് അച്ഛന് അത് അനുവദനീയമല്ലാന്ന് തോന്നി, പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വളരെ താഴ്മയോടെ സ്നേഹത്തോടെ കെഞ്ചി പറഞ്ഞു, എന്നാ വെച്ചാ എൻ്റെ നെഞ്ചത്ത് ഒരു വെള്ളത്തുണി വിരിച്ചിട്ട് അത് നെഞ്ചത്തൊന്ന് വെക്കാവോ? അത് നിരസിക്കാനായിട്ട് ഈ വൈദികന് പറ്റിയില്ല. അങ്ങനെ ചെയ്തു. പെട്ടെന്ന് എല്ലാവരും നോക്കി നിൽക്കെ സംഭവിച്ചത്, അരളിക്കായ്ക്കകത്തിരുന്ന തിരുവോസ്തി കാണാനില്ല, ഡിസപ്പിയർ ചെയ്തു. പിന്നീട് ഈ വിശുദ്ധയ്ക്ക് സംഭവിച്ചത്, അവരൊരു ആത്മീയ നിർവൃതിയിലേക്ക് പോയി. അതിൽ നിന്ന് പിന്നെ എഴുന്നേറ്റിട്ടില്ല. ഇവരെ ക്ലീൻ ചെയ്ത് ഡ്രസ്സ് ചെയ്യുന്ന ആ ഒരു സമയത്ത് പിന്നെ അവർ ആത്മീയ നിർവൃതിയിലേക്ക് പോയി മരണപ്പെട്ടു എന്ന് പറയാം. അവരുടെ ഡ്രസ്സിങ് നടന്ന സമയത്ത് അവർ ശ്രദ്ധിച്ച ഒരു കാര്യം, ബ്രസ്റ്റിൻ്റെ ആ ഭാഗത്തായിട്ട് ഈ ദിവ്യകാരുണ്യം, ഇവിടെ നിന്ന് അപ്രത്യക്ഷമായ ആ ദിവ്യകാരുണ്യം അതേ ഷേപ്പിൽ ഇവരുടെ ബ്രസ്റ്റിൽ ഇംപ്രിൻ്റഡ് ആയിട്ടിരിക്കുന്നത് അവർ കാണാൻ പറ്റും. അപ്പോൾ ആ ദിവ്യകാരുണ്യം എങ്ങോട്ടാണ് അപ്രത്യക്ഷമായത്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അത്ഭുതം ദൈവം പ്രവർത്തിച്ചത് എന്ന് അവർക്കെല്ലാം മനസ്സിലായി. ഇങ്ങനെയുള്ള സ്നേഹം, ദിവ്യകാരുണ്യത്തോടെ ആത്മീയ ഭോജ്യത്തോടുള്ള വ്യക്തികൾക്ക് അവരെ കൊതി ഭരിക്കുമോ? ഒരിക്കലുമില്ല. എനിക്കൊരു സ്ത്രീ സൂചിപ്പിച്ചൊരു കാര്യം, കൊതി അവരെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ ചെയ്തിരുന്നൊരു കാര്യം, ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ചില ഭക്ഷണ പദാർത്ഥമോ അങ്ങനെ എന്തെങ്കിലും കാര്യം കിട്ടിയാൽ ചിലപ്പോൾ പിള്ളേർ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ കഴിച്ചു കളയും. അല്ലെങ്കിൽ അവരുമായിട്ട് ഷെയർ ചെയ്യേണ്ടി വന്നാൽ, അല്ലെങ്കിൽ അവരത് മുഴുവൻ കഴിച്ചെങ്കിലോ. അങ്ങനെ പോലും എന്നെ കൊതി ഭരിച്ചിട്ടുണ്ട് എന്നവർ ഏറ്റുപറഞ്ഞ ഒരു കാര്യമാണ്. മറ്റൊരു വ്യക്തി സൂചിപ്പിച്ചത്, ഒരു കാലത്ത് ഈ സീരിയൽ അങ്ങനെയുള്ള കാര്യങ്ങളോട് ഭയങ്കര കമ്പം. പക്ഷേ ഇന്ന് അവർക്ക് സീരിയൽ കാണാൻ ഒട്ടും താല്പര്യമില്ല. അതിനേക്കാൾ പ്രാർത്ഥനയോട്, ദൈവവചനത്തോട് ഒരു കമ്പം ഉണ്ടായിരിക്കുന്നത് അവർ തന്നെ സൂചിപ്പിച്ച, അവരുടെ കുടുംബാംഗങ്ങൾ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. ഇതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ അപകടകാരിയായിട്ടുള്ള കൊതി മാറി നമുക്ക് ആത്മീയ ഭോജ്യത്തോട് ഒരു കൊതി വരാനുള്ള സാധ്യതകളുണ്ട്. 1 കൊരിന്തോസ് 13:10 പറഞ്ഞിരിക്കുന്നത്, പൂർണ്ണമായത് ഉദിക്കുമ്പോൾ അപൂർണമായത് അസ്തമിക്കും. ഇക്കാര്യം മനസ്സ് വെച്ചുകൊണ്ട് ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, എന്താണ് ഈ കൊതി? 7 അടിസ്ഥാന തിന്മകളിൽ ഒന്നാണ് കൊതി, ഗ്ലട്ടണി. അതിന് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നൽകുന്ന നിർവചനം, ഡെഫിനിഷൻ, ഓവർ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. ഓവർ ഈറ്റിംഗ്, ഈ മിതമായ ഭക്ഷണ ക്രമീകരണങ്ങളല്ല, അമിതമായിട്ട് ഭക്ഷിക്കുക, അമിതമായിട്ട് കുടിക്കുക, അത് കൊതിയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എനിത്തിങ് ഓവർ ദ ലിമിറ്റ് ഈസ് ഡേഞ്ചറസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരിധി വിട്ടാൽ ഏതും നമ്മുടെ ജീവിതത്തിൽ അപകടകാരിയായിട്ട് മാറാം. ഇനി ഏതെല്ലാം രീതിയിലുള്ള കൊതി, അപകടം ക്ഷണിച്ചു വരുത്തുന്ന കൊതി, 5 കൊതിയെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാൻ പറ്റും. 1, പണക്കൊതി. 1 തീമത്തി 6-ാം അധ്യായം 6 മുതൽ മുമ്പോട്ട് വായിച്ചാൽ മതി. പണക്കൊതിയർ പല കെണിയിൽ ചെന്ന് അകപ്പെടും. അവർക്ക് പ്രാർത്ഥിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അവരെ പ്രലോഭനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കും. ഈ വചനഭാഗം വായിച്ചാൽ മനസ്സിലാവും. രണ്ടാമത്തേതാണ് ഭക്ഷണക്കൊതി. സങ്കീർത്തനം 78:29 വചനം. ഇസ്രായേൽക്കാർക്ക് അവരാഗ്രഹിച്ചതുപോലെ ദൈവം
ഭക്ഷണം കൊടുത്തത് അതാ സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നതാണ്. അവരിങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് ഈജിപ്തിൽ ഇറച്ചി ഉണ്ടായിരുന്നു, വെള്ളരിക്ക ഉണ്ടായിരുന്നു, ഉള്ളി ഉണ്ടായിരുന്നു, അതൊന്നും ഇപ്പം ഇല്ല. അങ്ങനെയെല്ലാം പറഞ്ഞ് പരാതി പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പോവാൻ, ഏറ്റവും നല്ല മാംസം, കാടപ്പക്ഷി. എന്നിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യം, 1-2 ദിവസത്തേക്ക് കഴിക്കാനുള്ളതല്ല, നിങ്ങൾ കഴിച്ച് മൂക്കിലൂടെ ഓക്കാനിക്കുന്നിടം വരെ കഴിക്കാനുള്ളത് ഞാൻ തരും. അങ്ങനെ പറയുന്ന ഒരു രംഗം നമുക്ക് സംഖ്യയുടെ പുസ്തകം 11 വായിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇവർക്ക് ഭക്ഷണം കൊടുത്തു. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്, എന്നാൽ അവരുടെ കൊതിക്ക് മതി വരും മുമ്പ് എന്ന് പറഞ്ഞാൽ അവർ ഭക്ഷിച്ച് തീർത്തില്ല. കൊതിക്ക് മതി വരും മുമ്പ് ദൈവകോപം അവരുടെ മേൽ ഉയർന്നു എന്നുള്ളത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ഓവർ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമാകാം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. മറ്റൊന്നാണ് സ്ഥാനമാനക്കൊതി. 2 മക്കബായർ 4-ാം അധ്യായം 13-ാം അധ്യായം വായിച്ചാൽ മതി. മെലലാവൂസിന് അവൻ പണം കൊടുത്ത് സ്ഥാനം വാങ്ങിച്ചു, പക്ഷെ അവൻ്റെ അന്ത്യം പരിതാപകരമായിരുന്നു. മറ്റൊന്നാണ്, 4-ാമത്തേതാണ് സുഖക്കൊതി. സുഖലോലുപത നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നശിപ്പിക്കും. ലൂക്കായുടെ സുവിശേഷം 21-34-35 വചനങ്ങൾ വായിച്ചാൽ ഇത് എത്ര അപകടകാരിയാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവസാനത്തേതാണ് ജഡക്കൊതി, ജഡമോഹം. എത്രമാത്രം ജഡസുഖം അനുഭവിച്ചാലും പോരാ എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ. നമുക്കറിയാമല്ലോ, സോളമന് 700 ഭാര്യമാരും 300 ഉപനാരികളും ഉണ്ടായിരുന്ന, എന്നിട്ടും അവൻ വിദേശ വനിതകളെ മോഹിച്ചു. അവർ മൂലം മാരകമായിട്ടുള്ള പാപത്തിലേക്ക് വീഴുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ 5 അപകടകാരികളായിട്ടുള്ള കൊതി മാറി നമുക്ക് ആത്മീയ ഭോജ്യം കൊതിച്ച് ജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമാകും, സ്വർഗത്തിന് നമ്മൾ അർഹരാകും എന്നുള്ള ആ ബോധ്യത്തോടെ നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.